ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അടുക്കളയിൽ രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിലത്തെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ചോറും കറിയൊന്നും വെച്ചില്ല. ചെമ്പ് കഴുകാനും അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് അടിച്ച് വാരിയിട്ട് അകങ്ങളൊക്കെ മുറൊക്കെ അടിച്ച് വാരിയതിന് ശേഷം പിന്നെ 9:30 ആകുമ്പോൾ ആടിനെ വിടാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ അതിൻ്റെ മുന്നേ വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളം പഴത്തോല് തോനുണ്ടായിരുന്നു, അതൊക്കെ ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചക്കരമത്തി മുറിച്ചിട്ട് അതൊരു പാത്രത്തിലിട്ടുണ്ട്. അങ്ങനെ ഇലയും കുറച്ച് സ്ഥലത്തൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവരെവിടേക്കും പോകും, അങ്ങനെ അപ്പുറത്തെ ഒന്നും എവിടേക്കും പോവില്ല കേട്ടോ. വേഗം ഇലയൊക്കെ കണ്ടാൽ പിന്നെ അവിടെ നിന്നോളും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ചില ആടുകൾ കുറേ വെള്ളം കുടിക്കും, ചിലർ ഇല തിന്നും, ചിലർ പഴത്തോല് തിന്നും. അങ്ങനെ ഒരു ബഹളമാണ് കേട്ടോ വിട്ട പാട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഇനി ഞാൻ കെട്ടി ഒക്കെ എല്ലാവരും തന്നെ ഒരു ഭാഗത്ത് നിർത്തി. അതിന് ശേഷം പിന്നെ വെള്ളത്തിൻ്റെ അടിയൊക്കെ വെച്ച് കൊടുത്തു. തെളിവെള്ളമാണ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുക കേട്ടോ. വിട്ടപാട് ഓടി വന്നിട്ട് വെള്ളത്തിൻ്റെ തെളിയാണല്ലോ കിട്ടുക. അങ്ങനെ എല്ലാവർക്കും വെള്ളമൊക്കെ കട്ടിയുള്ള വെള്ളം വെച്ച് കൊടുത്ത് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ബാക്കിയുള്ളവർക്ക് ഇല കിട്ടാത്തവർക്ക് കെട്ടി കൊടുത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു തിരുമ്പിയിട്ട് തോരട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോഴേക്കാണ് രണ്ടിനെ വിടാൻ വേണ്ടി പോയത്. പിന്നെ തോരടൽ കഴിഞ്ഞ് പിന്നെ കുറച്ച് വിറക് വെയിലത്തിട്ട് കുറേ ദിവസമായി ഉണ്ടായിരുന്നു വിറക് ഇട്ടിട്ട്. അപ്പോൾ വിറക് വെയിലത്തിട്ട് ഉണ്ടായിരുന്ന വിറകൊക്കെ കത്തിക്കിയിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയതവിടെ കൊടുന്നിട്ടതാട്ടോ. നിലം അടിച്ച് വൃത്തിയാക്കിയിട്ട് കുറേ ദിവസം കൂടുമ്പോൾ അവിടുത്തെ കരടും പൊടിയൊക്കെ ഒന്ന് അടിച്ച് കളയാം. അതിന് ശേഷം ഇങ്ങനെ പുതിയ വിറക് കൊടുന്നിടുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് കയറി ആദ്യം മീൻ നന്നാക്കിയിട്ടാ. ചോറിന് തീ കത്തിച്ചില്ല, റേഷൻ അരിയാണ്. അപ്പോൾ ഇത് ഇവിടെ ഈ മീനിന് സീഡിമുള്ള അവോലിമുള്ള എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അത് ആദ്യം നന്നാക്കൽ കഴിഞ്ഞ് അതിന് ശേഷം ചോറിന് തീ കത്തിച്ച് പിന്നെ അരിയൊക്കെ ഇട്ട് ചോറ് വരുമ്പോഴേക്ക് തേങ്ങ വറുത്തരച്ചിട്ടുള്ള മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വറുത്ത തേങ്ങ കുറച്ച് പച്ച തേങ്ങ കൂടി അരച്ചിട്ട് കറിയൊക്കെ റെഡിയാക്കി തക്കാളി പച്ചമുളകൊക്കെ ഇട്ടിട്ട് ആദ്യം മീൻ കായം പരട്ടണതിൽ വെളുത്തുള്ളി മാത്രമേ ചതച്ചിടുള്ളൂ, കുറച്ച് കുരുമുളക് പൊടിയും. അങ്ങനെ മീൻ കായം പരട്ടൽ കേട്ടോ. പിന്നെ ഇഞ്ചി സമയമുള്ളപ്പോൾ നന്നാക്കും, ഇന്ന് നന്നാക്കിയിട്ടില്ല. അങ്ങനെ അതാ ചോറ് എന്താ നോക്കുമ്പോൾ വെന്തിരിക്കുന്നത്. അപ്പോൾ അടുപ്പത്ത് കറി വെച്ചിട്ടാ. അങ്ങനെ കറി കിടന്ന് വേവുണ്ട്, ചോറ് ഊറ്റുന്നുണ്ട്. പിന്നെ അതിനോടൊപ്പം ഞാൻ പോയിട്ട് വേഗം അകങ്ങളൊക്കെ തുടച്ചിട്ടാ. ഉമ്മറം തുടച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ അടുക്കളയിൽ പണിയുള്ള കാരണം ഞാൻ അകങ്ങളാണ് തുടച്ചത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുക്കള തുടയ്ക്കാണ്ട് കേട്ടോ. അതിപ്പോൾ എല്ലതും കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഈ സമയമൊക്കെ കുറച്ചൊക്കെ വൈകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻ വറുക്കലും കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങി ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ചിട്ട് പപ്പടവടയും ഇരുന്നിട്ടാണ്. പപ്പടവടയും ചായയും കുടിച്ചിട്ട് ഇറങ്ങി അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാൻ വേണ്ടി പോയി. അപ്പോഴേക്കും ഉച്ചയായി, വെള്ളം കാട്ടാനൊക്കെ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.